നെഹ്റു ട്രോഫിയിലേറ്റ പരാജയത്തിന് കണക്ക് തീർത്ത് വിയപുരം ചുണ്ടൻ. ഇന്നലെ ചെങ്ങന്നൂരിലെ പാണ്ടനാട് നടന്ന ഫൈനലിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാലിനെ പിന്തള്ളി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം കപ്പടിച്ചത്. ഇതോടെ ചാമ്പ്യൻസ് ലീഗിന്റെ പോയിന്റ് നിലയിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും ഒപ്പത്തിനൊപ്പമാണ്. ഇക്കഴിഞ്ഞ നെഹ്റു ട്രോഫി ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വിയ്യപുരവും കാരിച്ചാലും തമ്മിൽ നടന്നത്. ഒടുവിൽ ജഡ്ജസിന് പോലും വിജയികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം ഫോട്ടോ ഫിനിഷിംഗ് ആയിരുന്നു. ഇതിനിടയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാലിനെ വിജയിയെ പ്രഖ്യാപിച്ചു. എങ്കിലും ഇതിനെതിരെ പരാതിയുമായി വിയ്യപുരം ചുണ്ടനും ബോട്ടേഴ്സ് കമ്മിറ്റിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ തർക്കം ഇനിയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടയിലാണ് ഇന്നലെ ചെങ്ങന്നൂരിലെ പാണ്ടനാട് നടന്ന മത്സരത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനെ പിന്തള്ളി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ ഒന്നാമതെത്തിയത്. ചെങ്ങന്നൂരിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ക്ലബ്ബിൻ്റെ ഫൈനലിലായിരുന്നു ഈ വിജയം. നേരത്തെ മത്സരങ്ങൾ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ MLA കൂടിയായ മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഭാഗമായുള്ള പാണ്ടനാട് മത്സരത്തോടെ വില്ലേജ് ബോട്ട് ക്ലബ്ബും BBC ബോട്ട് ക്ലബ്ബും 20 പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പമാണ്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.